പണ്ട് കാലത്തൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നല്ല, എന്നാൽ ഇന്ന് അധികം പേരൊന്നും ഉപയോഗിക്കാത്ത ഔഷധ ഗുണങ്ങൾ ഏറെയുള്ളൊരു ധാന്യമാണ് ബാർലി. ഞാൻ ഓർക്കുന്നുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മയൊക്കെ പാടത്തൊക്കെ പണി കഴിഞ്ഞ് വന്നിട്ട് ബാർലിയുടെ വെള്ളം കുടിക്കുന്നത്. ബാർലി വെള്ളം പോലെ നല്ലൊരു നാച്ചുറൽ ഡയോറിറ്റിക് വേറെ ഇല്ല. അത് നമ്മുടെ ശരീരത്തിലുള്ള മൂത്രത്തിന്റെ അളവ് കൂട്ടി ശരീരത്തിലുള്ള ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടാവുന്നതൊക്കെ കുടിക്കാവുന്ന നല്ലൊരു സംഭവമാണ് ഈ ബാർലിയുടെ വെള്ളം. അതുപോലെ തന്നെ ബാർലിയുടെ മറ്റു ഗുണങ്ങളെക്കുറിച്ച് ഞാൻ തുടർന്ന് പറയുന്നതാണ്. ബാർലി കൊണ്ട് നമുക്ക് ഉപ്പുമാവ്, പുലാവ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് കാറ്റഗറിയിൽ പെടുന്ന ബാർലി ഡയബറ്റിസ് പേഷ്യൻസിന് ഒരു ഉത്തമമായ ആഹാരമാണ്. വെറും 25 മുതൽ 30 വരെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ബ്രൗൺ റൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് 50 മുതൽ 60 വരെയാണ്. അതുകൊണ്ട് ഒരു നേരം ധൈര്യമായിട്ട് ഡയബറ്റിസ് ഉള്ളവർക്ക് പോലും കഴിക്കാം. പിന്നെ ധാരാളമായിട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഡൈജഷനെ സഹായിക്കും. അതുകൊണ്ട് ഓവർ വെയ്റ്റ് വരാതിരിക്കുവാനും കൂടുതലായിട്ടുള്ള ടമ്മി ഫാറ്റിനെ റിമൂവ് ചെയ്യാനൊക്കെ ഈ ബാർലി ഹെൽപ്പ് ചെയ്യും. കൂടാതെ ബാർലിയിൽ ധാരാളം വിറ്റമിൻസും മിനറൽസായ കോപ്പർ, സെലീനിയം, മാംഗനീസും ധാരാളമായിട്ടുണ്ട്. ബാർലിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ബ്ലഡ് ഷുഗറിനെയും ഹോർമോണിനെയും കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയും PCODക്കാർക്ക് ബാർലി ഉത്തമമായ ഒരു ആഹാരമാക്കി മാറ്റുന്നു. പ്രഗ്നൻസിയിൽ ബാർലി വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സാലഡ് റെഡിയാക്കാനായിട്ട് നമ്മളുടെ നേരത്തെ വേവിച്ച് വെച്ച ബാർലിയും അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും കുറച്ച് സീഡ്സും നട്ട്സൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് അതിൻ്റെ കൂടെ നല്ലൊരു ഡ്രസ്സിങ്ങും കൂടെ റെഡിയാക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടി സാധാരണ ഞാൻ ഉപ്പും കുരുമുളകും നാരങ്ങനീരും ചേർക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ഒരു അവക്കാഡോയും ക്രീമി യോഗട്ട്, പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സാലഡ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി സാലഡ് റെഡിയായി.